ആഷിഖ് ലഹരിക്കടിമപ്പെടുന്ന ആദ്യത്തെ കുറ്റവാളിയല്ല, അവസാനത്തെ കുറ്റവാളിയാകാനും സാധ്യതയില്ല. കൊച്ചിയിലെ കണക്കുകൾ പറയുന്നത് ഞെട്ടിക്കുന്ന കണക്കുകളാണ്. ഏറ്റവും കൂടുതൽ ലഹരി ക്രിമിനലുകൾ വാഴുന്ന പ്രദേശങ്ങളിലൊന്നാണ് കൊച്ചി. കൊച്ചിയിലെ കണക്കുകൾ തന്നെ ഇത് പറയുന്നു. ക്രിമിനലുകൾ കഴിഞ്ഞാടാനും കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്യാനും ലഹരി വളമാകുന്നത് എങ്ങനെയെന്ന് കൊച്ചിയിലെ കണക്കുകൾ പറയും. അർജുൻ മട്ടന്നൂർ ചേരുന്നു കൊച്ചിയിലെ കണക്കുകളുമായി. മെട്രോ നഗരമായ കൊച്ചിയിലാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ രാസലഹരി ഒഴുകിയെത്തുന്നത് എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. പിടിയിലാകുന്നവരിൽ ഏറെയും യുവാക്കളാണ്. പിടിയിലാകുന്ന സ്ത്രീകളുടെ എണ്ണവും കൂടി വരുന്നുണ്ട് എന്നത് കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. മാത്രവുമല്ല, ഈ ലഹരി കടത്തുന്ന കാരിയേഴ്സായി കൂടുതലായും ഇപ്പോൾ പിടിയിലാകുന്നത് സ്ത്രീകളാണ്. സ്ത്രീകൾ വഴിയാണ് ഇപ്പോൾ കൂടുതൽ ലഹരിയും കടത്താൻ ശ്രമിക്കുന്നത് എന്നും അന്വേഷണ സംഘങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും ഈ രാസലഹരിയും മറ്റും ഉപയോഗിച്ച ശേഷമുള്ള കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിലും വലിയ തോതിലുള്ള വർധന ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ചേന്നമംഗലത്ത് അയൽവീട്ടിലെ 3 പേരെ വെട്ടിക്കൊലപ്പെടുത്തിയ ഹൃദു എന്ന ആൾ സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. മാത്രമല്ല, ഇയാൾക്കെതിരെ ലഹരി കേസുകളടക്കം ഉണ്ടായിട്ടുണ്ട് എന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എറണാകുളം കുമ്പളത്ത് കഴിഞ്ഞ ദിവസം ലഹരി സംഘത്തിൻ്റെ ആക്രമണത്തിൽ ഒരു യുവാവിൻ്റെ മൂക്കിൻ്റെ എല്ല് തകർന്ന സംഭവം ഉണ്ടായിരുന്നു. മാത്രവുമല്ല, തൃപ്പൂണിത്തുറ പേട്ടയിൽ കഴിഞ്ഞ ദിവസം ഒരു ദന്ത ഡോക്ടറെ രാസലഹരിയുമായി പിടികൂടിയിരുന്നു. ഇത്തരത്തിൽ നിരവധി സംഭവങ്ങൾ അടുത്തിടെ കൊച്ചി നഗരത്തിലും എറണാകുളം ജില്ലയുടെ വിവിധ മേഖലകളിലും ഉണ്ടാകുന്നുണ്ട്. ഈ വാട്ടർ ഹീറ്ററിലും സോപ്പ് പെട്ടിയിലും അടക്കം ഈ രാസലഹരി കടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ബംഗളൂരിൽ നിന്ന് ബസ്സിലും ട്രെയിനിലും അടക്കം കൊച്ചിയിലേക്ക് ഒഴുകിയെത്തുന്ന രാസലഹരിയുടെ കണക്ക് വലുതാണ് എന്ന് അന്വേഷണ സംഘങ്ങൾ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അടുത്തിടെ മാസങ്ങൾക്ക് മുൻപാണ് ഓം പ്രകാശ് പ്രതിയായ ആഡംബര പാർട്ടി മരടിലെ ഒരു ആഡംബര ഹോട്ടലിൽ നടന്നത്. ഇതിൽ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. സിനിമാ താരങ്ങളടക്കം പങ്കെടുത്ത ഈ പാർട്ടിയിൽ ഇത് ഒരു ലഹരി പാർട്ടിയാണ് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. മാത്രവുമല്ല, ഒരു പുതിയ ലഹരി പദാർത്ഥത്തിന്റെ ഒരു ലോഞ്ചിങ് പരിപാടിയാണോ എന്നും പോലീസ് സംശയിച്ചിരുന്നു. അത്തരത്തിൽ കേരളത്തിലെ ലഹരിയുടെ പ്രധാന ഹബ്ബായി ഈ കൊച്ചി മാറുകയാണ്. അതോടൊപ്പം തന്നെ അതേസമയം തന്നെ ഇത്തരത്തിൽ പിടികൂടുന്ന ലഹരി കേസുകളിൽ പലതും തെളിയിക്കപ്പെടാതെ പോകുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. 2023 മെയ് മാസത്തിൽ നാവികസേനയുടെ സഹായത്തോടെ NCB കൊച്ചി തീരത്ത് നിന്ന് പിടികൂടിയത് ഏതാണ്ട് 25,000 കോടി രൂപയുടെ ലഹരിയാണ്. 2,525 കിലോ മെത്താഫിറ്റമിനുമായാണ് പാകിസ്ഥാനിൽ നിന്നും വന്ന ഒരു ലഹരി കപ്പൽ പിടികൂടിയത്. ഇതിൽ ഒരു ഇറാൻ പൗരനെയും പിടികൂടിയിരുന്നു. പക്ഷേ ഈ കേസ് വിചാരണക്കൊടുവിൽ കോടതി ഈ ഇറാൻ പൗരൻ കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തി വെറുതെ വിടുകയായിരുന്നു. ഇത്തരത്തിൽ ചെറിയ കേസുകൾ മുതൽ വലിയ കേസുകളിൽ അടക്കം പിടികൂടുന്നുണ്ടെങ്കിൽ പോലും അത് പലപ്പോഴും കോടതിയിലെത്തി വിചാരണ പൂർത്തിയാകുമ്പോൾ ഈ കേസ് തേഞ്ഞുമാഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് കണ്ടുവരുന്നത്.